ഈ 11 സ്വഭാവമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയും ലഭിക്കില്ല. ചാണക്യനീതി. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അംഗീകാരവും ബഹുമാനവും ചിലപ്പോൾ നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ടോ? നമ്മൾക്ക് സമൂഹത്തിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടാതെ പോകുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ നിസ്സാരരായി തോന്നുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ വ്യക്തിത്വത്തെയും സാമൂഹിക ബന്ധങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന ചില തെറ്റായ സ്വഭാവങ്ങൾ കൂട്ടുകൂടിയിരിക്കുന്നത് കൊണ്ടാകാം ഇത് സംഭവിക്കുന്നത്. ഇത്തരം സ്വഭാവങ്ങൾ നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് അകറ്റുകയും നമ്മുടെ കഴിവിനെ പോലും വിലയില്ലാത്തതാക്കി മാറ്റുകയും ചെയ്യും. മഹാനായ ചാണക്യൻ തന്റെ ദീർഘവീക്ഷണത്തിലൂടെയും അതീവ വിശാലമായ അനുഭവ സമ്പത്തിലൂടെയും മനുഷ്യന്റെ സ്വഭാവങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ഒരു ദാർശനികനും തന്ത്രജ്ഞനുമായിരുന്നു. അദ്ദേഹത്തിന്റെ അമൂല്യമായ ഗ്രന്ഥമായ ചാണക്യനീതിയിൽ ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ യാതൊരു വിലയും ലഭിക്കാതെ പോകുന്ന, തികച്ചും ഒഴിവാക്കേണ്ടിടുന്ന 11 ലക്ഷണങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നും ഇവ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നിഷേധാത്മകമായി ബാധിക്കുന്നതെന്നും ഈ സ്വഭാവങ്ങളെ എങ്ങനെ തിരിച്ചറിഞ്ഞ് തിരുത്തി ഒരു മെച്ചപ്പെട്ട ജീവിതം നയിക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിശോധിക്കാം. നമ്മൾ ഓരോരുത്തരും ഈ 11 ലക്ഷണങ്ങൾ നമ്മളിലുണ്ടോ എന്നൊരു ആത്മാർത്ഥമായ ആത്മപരിശോധന നടത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഏതൊരു മാറ്റവും തുടങ്ങേണ്ടത് നമ്മളിൽ നിന്ന് തന്നെയാണ്. നമ്മുടെ ഉള്ളിലെ ഈ കുറവുകളെ സത്യസന്ധമായി തിരിച്ചറിഞ്ഞ് അവയെ മാറ്റിയെടുക്കാൻ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ സന്തോഷവും ആന്തരിക സമാധാനവും ലഭിക്കുന്നത്. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറാൻ ഈ ദുശീലങ്ങളെ നാം ഉപേക്ഷിച്ചേ മതിയാകൂ. ഇനി നമുക്ക് ചാണക്യൻ ചൂണ്ടിക്കാണിച്ച ആ 11 ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്നായി വിശദമായി നോക്കാം. ഒന്നാമതായി, അഹങ്കാരം അഥവാ അമിതമായ ഗർവ്. ഒരു വ്യക്തിക്ക് അറിവോ സമ്പത്തോ ഉയർന്ന സ്ഥാനമോ അല്ലെങ്കിൽ സൗന്ദര്യമോ ലഭിക്കുമ്പോൾ താൻ മറ്റുള്ളവരെക്കാൾ വലിയവനാണെന്ന് അമിതമായി ചിന്തിക്കുകയും അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ നിസ്സാരരായി കാണുകയും ചെയ്യുന്ന സ്വഭാവമാണിത്. അഹങ്കാരം ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ ഇല്ലാതാക്കുകയും തനിക്ക് ചുറ്റുമുള്ളവരെ ശത്രുക്കളാക്കി മാറ്റുകയും ചെയ്യും. അഹങ്കാരിയായ ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ കഴിവുകളെ അംഗീകരിക്കാനോ അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാനോ കഴിയില്ല. താനാണ് ശരി, തൻ്റെ അഭിപ്രായങ്ങളാണ് ഏറ്റവും വലുത് എന്ന ചിന്ത അവരെ ഭരിക്കാൻ തുടങ്ങും. ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയുടെ പതനത്തിന് പ്രധാന കാരണമാണ്. കാരണം അഹങ്കാരം അവരെ ഒറ്റപ്പെടുത്തുകയും ആരും അവരുമായി സഹകരിക്കാൻ താല്പര്യപ്പെടാതെ വരികയും ചെയ്യും. അറിവും വിനയവും ഒരുമിച്ച് പോകുമ്പോഴാണ് ഒരാളുടെ അറിവിന് യഥാർത്ഥ മൂല്യം ലഭിക്കുന്നത്. വിനയമുള്ള ഒരു വ്യക്തിയെ എല്ലാവരും ബഹുമാനിക്കും. രണ്ടാമതായി, അമിതമായി സംസാരിക്കുന്ന സ്വഭാവം. ആവശ്യമില്ലാതെയും അനാവശ്യമായ കാര്യങ്ങളെക്കുറിച്ചും നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സ്വഭാവമാണിത്. മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഒരവസരം പോലും നൽകാതെ താൻ മാത്രം സംസാരിക്കുന്നത് കേൾക്കുന്നവർക്ക് പെട്ടെന്ന് മടുപ്പുണ്ടാക്കും. ഒരു സംഭാഷണത്തിൽ എല്ലാവർക്കും പങ്കാളിത്തം നൽകേണ്ടത് അത്യാവശ്യമാണ്. അമിതമായി സംസാരിക്കുന്നവർ പലപ്പോഴും ശ്രദ്ധയില്ലാത്തവരും മറ്റുള്ളവരുടെ സമയത്തെ മാനിക്കാത്തവരുമായും തോന്നാം. ഇത്തരക്കാർ പലപ്പോഴും അവരുടെ വാക്കുകൾക്ക് വിലയില്ലാതാക്കുകയും ചെയ്യുന്നു. പറയേണ്ടത് പറയാത്തവൻ വിഡ്ഢി, പറയേണ്ടാത്തത് പറയുന്നവൻ മഹാവിഡ്ഢി എന്ന പഴഞ്ചൊല്ല് ഇവിടെ ഓർക്കേണ്ടത് പ്രധാനമാണ്. കുറഞ്ഞ വാക്കുകളിൽ വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിക്കുക. മൂന്നാമതായി, അനാവശ്യമായി കളവ് പറയുന്ന സ്വഭാവം. വലിയ കാര്യങ്ങളാകട്ടെ ചെറിയ കാര്യങ്ങളാകട്ടെ സത്യം വളച്ചൊടിച്ചോ മറച്ചു വെച്ചോ കളവ് പറയുന്ന പ്രവണതയാണിത്. ഇത് പലപ്പോഴും ഒരു വ്യക്തിയുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറാം, ഒരു ശീലമായി വളരാം. കളവ് പറയുന്ന ഒരാളെ ആരും വിശ്വസിക്കാൻ തയ്യാറാകില്ല.
വിശ്വാസം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മൂലധനമാണ്. അത് നഷ്ടപ്പെട്ടാൽ പിന്നീട് അത് തിരിച്ചെടുക്കാൻ വളരെ പ്രയാസമാണ്. കളവ് പറയുന്ന ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായ സൗഹൃദങ്ങളോ ബന്ധങ്ങളോ ഉണ്ടാകില്ല. നാലാമതായി അസൂയയും കുശുമ്പും. മറ്റൊരാൾക്ക് നല്ലത് വരുമ്പോൾ അതിൽ സന്തോഷിക്കാൻ കഴിയാതെ അവരുടെ വളർച്ചയിലും നേട്ടങ്ങളിലും ദുഃഖിക്കുകയും അത് തനിക്ക് ലഭിക്കാത്തതിൽ അസ്വസ്ഥനാവുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇത്. അസൂയ ഒരു വ്യക്തിയുടെ മനസ്സമാധാനം പൂർണ്ണമായി കെടുത്തിക്കളയും. അത് നിങ്ങളുടെ ഉള്ളിൽ വിഷം നിറയ്ക്കുകയും നിങ്ങളെ നിരന്തരമായ നിഷേധാത്മക ചിന്തകളിലേക്ക് നയിക്കുകയും ചെയ്യും. അസൂയയുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അവരുടെ ഊർജവും സമയവും മറ്റുള്ളവരെ കുറിച്ചുള്ള അസൂയപരമായ ചിന്തകളിൽ നഷ്ടപ്പെടുകയാണ്. അഞ്ചാമതായി പരാതി പറയുന്ന സ്വഭാവം. എപ്പോഴും മറ്റുള്ളവരെയും സാഹചര്യങ്ങളെയും കുറിച്ച് നിരന്തരം പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ഇത്. ഒരു കാര്യത്തിലും തൃപ്തിയില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും ഇവർക്ക്. ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നതിനു പകരം സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇത്തരം ആളുകൾ എപ്പോഴും ഒരു നെഗറ്റീവ് ഊർജം ചുറ്റും നിറയ്ക്കും. ഇതവരെ മാത്രമല്ല അവരുടെ ചുറ്റുമുള്ളവരെയും തളർത്തുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും. ആറാമതായി അമിതമായ സ്വാർത്ഥത. എപ്പോഴും സ്വന്തം താല്പര്യങ്ങൾക്കും ലാഭത്തിനു മാത്രം മുൻഗണന നൽകുകയും മറ്റുള്ളവരുടെ ആവശ്യങ്ങളോ വികാരങ്ങളോ പരിഗണിക്കാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇത്. സ്വാർത്ഥനാകുന്നത് ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തും. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കാൻ ആർക്കും കഴിയില്ല. മറ്റുള്ളവരുമായി സഹകരിച്ചും പരസ്പരം സഹായിച്ചും ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ അർത്ഥം ലഭിക്കുന്നത്. സഹാനുഭൂതിയും ദയയുമുള്ള ഒരു വ്യക്തിയെയാണ് സമൂഹം ബഹുമാനിക്കുന്നത്. ഏഴാമതായി കൃതജ്ഞത അഥവാ നന്ദിയില്ലായ്മ. ഒരാൾ ചെയ്ത സഹായങ്ങളെയും നന്മകളെയും മറക്കുകയും അവർക്ക് നന്ദി പറയാതിരിക്കുകയും അല്ലെങ്കിൽ അവർക്ക് തിരിച്ച് ദോഷം ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇത്. നന്ദിയില്ലാത്തവരെ ആരും ഇഷ്ടപ്പെടില്ല. അവർക്ക് പിന്നീട് സഹായങ്ങൾ ലഭിക്കാൻ പ്രയാസമായിരിക്കും. ഒരാൾ ഒരു സഹായം ചെയ്യുമ്പോൾ അതിന് നന്ദി പറയുന്നത് ആ സഹായം ചെയ്ത വ്യക്തിക്ക് വലിയ സന്തോഷം നൽകും. നന്ദിയുള്ളവനായിരിക്കുക എന്നത് ഒരു നല്ല വ്യക്തിയുടെ പ്രധാന ലക്ഷണമാണ്. എട്ടാമതായി മറ്റുള്ളവരെ പരിഹസിക്കുന്ന സ്വഭാവം. മറ്റുള്ളവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിച്ച് അവരെ കളിയാക്കുകയോ അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയോ ചെയ്യുന്ന സ്വഭാവമാണ് ഇത്. വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ഒരു വാക്കുകൊണ്ട് ഒരു വ്യക്തിയെ തളർത്താനും അല്ലെങ്കിൽ വളർത്താനും സാധിക്കും. മറ്റൊരാളെ പരിഹസിക്കുന്നത് നിങ്ങളുടെ വില കുറയ്ക്കുകയേ ഉള്ളൂ. എല്ലാവരെയും ബഹുമാനിക്കാനും അവരുടെ വികാരങ്ങളെ മാനിക്കാനും പഠിക്കുക. പരിഹാസം ഒരു വ്യക്തിയെ ഒറ്റപ്പെടുത്തും. ഒൻപതാമതായി അലസതയും മടിയും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ മടി കാണിക്കുകയും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണിത്. മടി ഒരു വ്യക്തിയുടെ സ്വപ്നങ്ങളെയും ലക്ഷ്യങ്ങളെയും നശിപ്പിക്കും. ഇന്നത്തെ കാര്യം നാളേക്ക് മാറ്റിവെക്കരുത് എന്നോർക്കുക. കഠിനാധ്വാനവും സ്ഥിരപരിശ്രമവുമാണ് വിജയത്തിലേക്ക് ഏക വഴി. അലസത നിങ്ങളുടെ കഴിവുകളെ ഇല്ലാതാക്കുകയും അവസരങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പത്താമതായി അവിശ്വസനീയമായ പെരുമാറ്റം. ഒരാൾക്ക് നൽകുന്ന വാക്ക് പാലിക്കാതിരിക്കുക, രഹസ്യങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, പറയുന്ന കാര്യങ്ങളിൽ സ്ഥിരതയില്ലാതിരിക്കുക തുടങ്ങിയവയാണ് ഈ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ. ആളുകൾക്ക് നിങ്ങളെ വിശ്വസിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥയാണിത്.
വിശ്വസ്തത ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ മൂലധനമാണ്. അത് നഷ്ടപ്പെട്ടാൽ എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സത്യം. വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയുമായി ആരും ഒരു ബന്ധവും സ്ഥാപിക്കാൻ ആഗ്രഹിക്കില്ല. 11ാമതായി ദുശീലങ്ങൾക്ക് അടിമപ്പെടുക. മദ്യപാനം, പുകവലി, ചൂതാട്ടം അല്ലെങ്കിൽ മറ്റു മോശശീലങ്ങൾക്ക് അടിമപ്പെട്ട് സ്വന്തം ആരോഗ്യവും സമ്പത്തും ജീവിതവും നശിപ്പിക്കുന്ന അവസ്ഥയാണിത്. ദുശീലങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാത്രമല്ല, അവന്റെ കുടുംബത്തെയും സുഹൃത്തുക്കളെയും ദോഷകരമായി ബാധിക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ്. ദുശീലങ്ങൾ സന്തോഷം നൽകില്ല, മറിച്ച് ദുരിതത്തിലേക്കാണ് നയിക്കുന്നത്. ഈ 11 ലക്ഷണങ്ങളും ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ യാതൊരു വിലയും ലഭിക്കാതെ പോകുന്നതിനുള്ള പ്രധാന കാരണങ്ങളാണെന്ന് ചാണക്യൻ തന്റെ നീതിസാരത്തിൽ അടിവരയിട്ട് പറയുന്നു. മാറ്റം എങ്ങനെ സാധ്യമാക്കാം? ആത്മപരിശോധന. എല്ലാ ദിവസവും കുറച്ച് സമയം സ്വയം വിലയിരുത്തുക. മാറ്റം ആഗ്രഹിക്കുക. മാറ്റം സംഭവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കണം. ചെറിയ ചുവടുകൾ. ഓരോ ദിവസവും ഓരോ ശീലത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുക. നല്ല മാതൃകകൾ. നല്ല സ്വഭാവങ്ങൾ ഉള്ളവരെ മാതൃകയാക്കുകയും അവരെ അനുകരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ക്ഷമയും സ്ഥിരതയും. മാറ്റം ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല. ക്ഷമയോടെ പരിശ്രമിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ആരാണ് എന്നതിനാണ് ലോകം വില കൽപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം. ഈ അറിവ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക.